എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ ഇതിൻ്റെ യൂസേജാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മണി മുതൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്, ഇപ്പം 11 മണിയായി. അന്നേരം നിങ്ങൾ ആ ഫ്രണ്ടിനോട് ചോദിക്കത്തില്ലേ, നീ എവിടെയാണ്? ഞാൻ 10 മണി മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം വാചകങ്ങൾ പറയാൻ നമ്മൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഐ, യു, വി, ദേ അല്ലെങ്കിൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഹാവ് ബീൻ യൂസ് ചെയ്യണം. ഇനി സിംഗുലാർ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ അവിടെ ഹാസ് ബീൻ യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് പറയേണ്ടത് നീ എവിടെയാണ്? 10 മണി മുതൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ്. സോ നീ എവിടെയാണ് എന്ന് ചോദിക്കാൻ വേർ ആർ യു, വേർ ആർ യു. ഞാൻ 10 മണി മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 AM. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 AM. സോ ഈ ഒരു ടെൻസിൽ നമ്മളെപ്പോഴും ഹാവ് ബീൻ കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING ചേർത്ത് വേണം പറയാൻ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി ഇവിടെ 10 മണി മുതൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ് സിൻസ് 10 AM എന്ന് പറഞ്ഞത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 AM. ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം. അതായത് 1 മണിക്കൂറായിട്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ എന്ത് വ്യത്യാസം വരും? 1 മണിക്കൂറായിട്ട് അവിടെ ഒരു ഡ്യൂറേഷനാണ് നമുക്ക് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഫോർ 1 hour എന്ന് പറയാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 1 hour. സോ ഒരു ഡ്യൂറേഷൻ പറയുമ്പോൾ എപ്പോഴും ഫോർ യൂസ് ചെയ്യുക. ഇനി ഒരു സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് അറിയാമെങ്കിൽ അവിടെ നമുക്ക് പറയേണ്ടത് സിൻസ് ആണ്. ഇതാണ് ഫോറും സിൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് വയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവന് വയ്യാതിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവൻ ഡോക്ടറെ കാണാൻ പോകില്ല എന്ന് പറയണം. സോ ഇവിടെ അവൻ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയും? ഹി ഹാസ് ബീൻ സിക്ക് ഫോർ എ വീക്ക് നൗ ബട്ട് ഹി സ്റ്റിൽ വോണ്ട് ഗോ ആൻഡ് സീ എ ഡോക്ടർ. സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖബാധിതൻ എന്നുള്ള മീനിങ് ആണ്. ഫോർ എ വീക്ക് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചയായി എന്നാണ് മീനിങ്. അപ്പോൾ ഹി ഹാസ് ബീൻ സിക്ക് ഫോർ എ വീക്ക് നൗ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഒരാഴ്ചയായി അസുഖബാധിതനാണ് എന്നാണ് മീനിങ്. ബട്ട് ഹി സ്റ്റിൽ വോണ്ട് ഗോ ആൻഡ് സീ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും അവൻ ഡോക്ടറെ കാണാൻ പോകില്ല എന്നാണ് മീനിങ്. ഈ ഒരു സെൻറ്റൻസിൽ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നുമില്ല. ഇവിടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സെൻറ്റൻസിൽ കാത്തിരിക്കുകയാണ്. അവിടെ കാത്തിരിക്കുക എന്നുള്ള പ്രവൃത്തി വെയിറ്റ്, അതിൻ്റെ കൂടെ ING ചേർത്ത് പറഞ്ഞു. സോ ഇവിടെ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവൻ അസുഖബാധിതനാണ് എന്ന് പറയാൻ ഹി ഹാസ് ബീൻ സിക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഹാവ് ബീൻ്റെ ഹാസ് ബീൻ്റെ ഫസ്റ്റ് യൂസ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഈ ഒരു ഫോമാറ്റിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ. അതായത് നമ്മളിങ്ങനെ പലപ്പോഴും പറയാറില്ലേ, ഞാൻ മുംബൈയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ടു മുംബൈ മെനി ടൈംസ്. ഐ ഹാവ് ബീൻ ടു മുംബൈ മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുംബൈയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ്. മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം. ഇനി നമുക്ക് ഇങ്ങനെ പറയണം, അവൻ ഫ്രാൻസിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതെങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, അതുകൊണ്ട് ഹാസ് ബീൻ വരും. ഹി ഹാസ് ബീൻ ടു ഫ്രാൻസ് 3 times. ഹി ഹാസ് ബീൻ ടു ഫ്രാൻസ് 3 times. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ടൈപ്പ് സെൻറ്റൻസസ് പറയുമ്പം ഒരിക്കലും ടൈം പറയരുത്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം മുംബൈയിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു മുംബൈ ലാസ്റ്റ് ഇയർ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. ഐ വെൻറ്റ് ടു മുംബൈ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഞാൻ മുംബൈയിൽ പോയി, അത് കറക്റ്റാണ്. പക്ഷേ ഐ ഹാവ് ബീൻ ടു മുംബൈ ലാസ്റ്റ് ഇയർ അങ്ങനെ ഒരിക്കലും പറയരുത്.
ഇനി നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിലോ, അതായത് നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറ്റലിയിൽ പോയിട്ടുണ്ടോ, അതെങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ ബീൻ ടു ഇറ്റലി? അതായത് നീ എപ്പോഴെങ്കിലും ഇറ്റലിയിൽ പോയിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഹാവ് യു എവർ ബീൻ ടു ഇറ്റലി? ഇനി അടുത്ത യൂസ് എന്ന് പറയുന്നത് പാസീവ് വോയിസിൽ സെൻറ്റൻസസ് പറയാനാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുവാണ്. അപ്പം അവർ പറയുവാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? വി ഹാവ് ഡെലിവേർഡ് യുവർ ഐറ്റംസ്. ഞങ്ങൾ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. ഇവിടെ ആരാണോ പ്രവൃത്തി ചെയ്തത് അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി നമുക്ക് സാധനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ പാസീവ് വോയിസിലാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? യുവർ ഐറ്റംസ് ഹാവ് ബീൻ ഡെലിവേർഡ്. യുവർ ഐറ്റംസ് ഹാവ് ബീൻ ഡെലിവേർഡ്. അതായത് നിങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. സോ ഇവിടെയും സബ്ജക്റ്റിനനുസരിച്ച് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക. പിന്നെ ഹാവ് ബീനോ ഹാസ് ബീനോ കഴിഞ്ഞിട്ട് എപ്പോഴും വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഡെലിവർ, ഡെലിവേർഡ്, ഡെലിവേർഡ്, അതിലെ V3 ഫോം ഡെലിവേർഡ് ആണ്. അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു സെൻറ്റൻസോട് പറയാം. നിങ്ങളുടെ ഓഫർ, അതായത് വാഗ്ദാനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെയും സബ്ജക്റ്റിനല്ല ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ഓഫർ, അതായത് ഓഫറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. സോ പാസീവ് വോയിസിൽ പറയണം. യുവർ ഓഫർ ഹാസ് ബീൻ അക്സെപ്റ്റഡ്. യുവർ ഓഫർ ഹാസ് ബീൻ അക്സെപ്റ്റഡ്. ഇവിടെ ഓഫർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ വന്നു. പിന്നെ അക്സെപ്റ്റ് എന്നുള്ള വേർബിൻ്റെ V3 ഫോം അക്സെപ്റ്റഡ് ആണ്. സോ യുവർ ഓഫർ ഹാസ് ബീൻ അക്സെപ്റ്റഡ്. ഇനി അടുത്തത് ഹാഡ് ബീൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ടീച്ചറായിരുന്നു, 10 വർഷമായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. 10 വർഷമായപ്പം നിങ്ങൾ ആ ജോലി അങ്ങ് നിർത്തി. അപ്പം നമ്മളിപ്പം പറയുവാണ്, ഞാൻ ജോലി നിർത്തിയപ്പോൾ ഞാൻ 10 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. ഇവിടെ 2 ആക്ഷൻസ് ഉണ്ട് അല്ലേ? ഒന്ന്, 10 വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്ത് വരികയായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 10 വർഷമായപ്പോൾ നിങ്ങൾ ജോലി നിർത്തി, അതായത് അത് ഫിനിഷ്ഡ് ആക്ഷനാണ്. സോ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ തന്നെ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന് കണ്ടിന്യൂസ് ആയിരിക്കണം, ഒന്ന് കംപ്ലീറ്റ് ആയ, അതായത് പൂർത്തിയായ ഒരു കാര്യമായിരിക്കണം. സോ ഇതെങ്ങനെ പറയും? ഞാൻ ജോലി ഉപേക്ഷിച്ചപ്പോൾ 10 വർഷമായി ഞാൻ ജോലി ചെയ്ത് വരികയായിരുന്നു. I had been working for 10 years when I quit my job. I had been working for 10 years when I quit my job. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. സോ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 10 years എന്ന് പറഞ്ഞാൽ ഞാൻ 10 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. വെൻ ഐ ക്വിറ്റ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ഉപേക്ഷിച്ചപ്പോൾ. സോ പാസ്റ്റിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING എന്നുള്ള ഫോമിൽ പറയുക. ആ ഫിനിഷ്ഡ് ആക്ഷൻ പറയാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിളോടെ പറയാം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് 1 വർഷമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവസാനം അവനൊരു ജോലി കിട്ടി. അപ്പം ഇതെങ്ങനെ പറയും? ഒടുവിൽ അവന് ജോലി കിട്ടിയപ്പോൾ അവൻ 1 വർഷമായിട്ട് ജോലി അന്വേഷിക്കുകയായിരുന്നു. അന്വേഷിക്കുക എന്ന് പറയാൻ സെർച്ച് എന്ന് പറയാം. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ. സോ ഹി ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 1 year. അവൻ 1 വർഷമായിട്ട് ജോലി അന്വേഷിച്ച് വരികയായിരുന്നു. ഇനി രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അവൻ അവസാനം ജോലി കിട്ടി. വെൻ ഹി ഫൈനലി ഗോട്ട് എ ജോബ്. വെൻ ഹി ഫൈനലി ഗോട്ട് എ ജോബ്. ഹി ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 1 year when he finally got a job. സോ ഹാഡ് ബീൻ യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റിൽ തന്നെ 2 ആക്ഷൻസ് ഉണ്ടായിരിക്കണം. ഒന്ന് തുടർച്ചയായിട്ടുള്ളതും ഒന്ന് ഫിനിഷ്ഡ് ആയിട്ടുള്ള ആക്ഷനും. സോ തുടർച്ചയായിട്ടുള്ള ആക്ഷൻ പറയാൻ ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഫിനിഷ്ഡ് ആക്ഷൻ പറയാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. സോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ
പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.